കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ EWS റിസർവേഷനെ കുറിച്ച്. എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ബിഫാമിനും ആർക്കിടെക്ചറിനും വിവിധ കോഴ്സുകൾക്ക് നമുക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് സെലക്ട് ചെയ്ത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഏപ്രിൽ 17-ാം തീയതി അവസാനിക്കും. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും വെറ്റിനറി ആണെങ്കിലും എഞ്ചിനീയറിങ്ങിനും ഒക്കെ EWS റിസർവേഷൻ ഉണ്ട്. എന്താണ് കേരളത്തിലെ EWS റിസർവേഷൻ കിട്ടാനുള്ള യോഗ്യതാ മാനദണ്ഡമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനായി അറിയപ്പെടാനുള്ള ആദ്യത്തെ മാനദണ്ഡം കാൻഡിഡേറ്റ്, അതായത് കുട്ടി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി ആയിരിക്കണം. യാതൊരുവിധ സാമുദായിക സംവരണവും ലഭിക്കാത്ത ജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമേ EWS റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. അതായത് ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ് പോലെ അല്ലെങ്കിൽ SC ST വിഭാഗം പോലെ സാമുദായിക സംവരണത്തിൽപ്പെട്ട ജാതി വിഭാഗത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ EWS റിസർവേഷൻ ലഭിക്കുകയില്ല എന്ന് അർത്ഥം. അപ്പം ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ജനറൽ വിഭാഗത്തിലുള്ള ആളായിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള മൊത്ത വരുമാനം, ആകെ ഫാമിലി ഇൻകം, ടോട്ടൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ താഴെയായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ, കേരളത്തിൽ വില്ലേജ് ഓഫീസറാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അടുത്തതായിട്ട് ആർക്കാണ് ഇത് ലഭിക്കുന്നത്? പഞ്ചായത്തിലാണ് നമ്മളുടെ വീടെങ്കിൽ മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെയുള്ള മുൻപ് പറഞ്ഞ ക്രൈറ്റീരിയ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും EWS റിസർവേഷൻ ലഭിക്കും. അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട 4 ലക്ഷം രൂപയിൽ താഴെയുള്ള പഞ്ചായത്തിലാണ് വീടെങ്കിൽ 2.5 ഏക്കറിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളും EWS പരിധിയിൽ വരികയും EWS സർട്ടിഫിക്കറ്റ് കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനറലായിട്ടും EWS ആയിട്ടും പരിഗണിക്കുകയും ചെയ്യും. നമ്മളുടെ വീടിരിക്കുന്നത് പട്ടണത്തിലാണെന്നുണ്ടെങ്കിൽ, മുനിസിപ്പാലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിസ്ഥലം ഉൾപ്പെടെയുള്ള ആകെ സ്ഥലം 75 സെൻറ്റ് വരെയാകാം. എന്നാൽ നമുക്ക് ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത്, പുരയിടം എന്ന് പറഞ്ഞ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് 20 സെൻറ്റിൽ താഴെയായിരിക്കണം. കോർപ്പറേഷനിലാണ് വീടെങ്കിൽ നമുക്ക് ആകെ കൃഷിസ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലം 50 സെൻറ്റ് വരെയാകാം. എന്നാൽ പുരയിടം, ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 15 സെൻറ്റിൽ താഴെയായിരിക്കണം. ഈ വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് EWS കാറ്റഗറിയിൽ പരിഗണിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സ്ഥലമുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ മാനദണ്ഡങ്ങളായിരിക്കും പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷനിലുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ മാനദണ്ഡങ്ങളായിരിക്കും പരിഗണിക്കുന്നതെന്നും ഇവിടെ മനസ്സിലാക്കുക. എങ്ങനെയാണ് EWSന് അപ്ലൈ ചെയ്യേണ്ടത്? ബാക്കിയുള്ള നമുക്കറിയാം പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ട് കിട്ടുമ്പോൾ EWS സർട്ടിഫിക്കറ്റ് ഓഫ്ലൈനായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കേണ്ടതാണ്. ഏത് സാമ്പത്തിക വർഷത്തെയാണ് EWS വേണ്ടത്? 2022-23 സാമ്പത്തിക വർഷം EWS കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. EWS സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. വാലിഡിറ്റി എടുത്ത ഡേറ്റ് മുതൽ, എന്നാണോ EWS സർട്ടിഫിക്കറ്റ് എടുത്തത് ആ എടുത്ത ദിവസം മുതൽ 1 വർഷമായിരിക്കും ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി. അതായത് കീം 2024 ഇപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡുള്ള സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ വാലിഡിറ്റി തീർന്നിട്ടില്ല എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വില്ലേജ് ഓഫീസിലേക്ക് നമുക്ക് സമർപ്പിക്കേണ്ട രേഖ അല്ലെങ്കിൽ EWSൻ്റെ ഫോർമാറ്റ് എങ്ങനെ ലഭിക്കും? കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ ആദ്യം എല്ലാ വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്യുക. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2024 രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ അങ്ങോട്ട് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പെർഫോമയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് തിരിച്ചു നൽകേണ്ട
EWS സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ പെർഫോമയും 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലേക്കായിട്ട് പൂരിപ്പിച്ച് വില്ലേജ് ഓഫീസർ സമക്ഷം സമർപ്പിക്കേണ്ട രേഖ. ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെയാണെന്നുള്ളതും നിങ്ങൾക്ക് പഞ്ചായത്തിലാണ് വീടിരിക്കുന്നത്, മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെയാണ് എന്നുമുള്ള സത്യപ്രസ്താവനയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ ആണെങ്കിൽ അതനുസരിച്ച് 75 സെൻറ്റിൽ താഴെയാണെന്നും ഹൗസ് പ്ലോട്ട് 20 സെൻറ്റ് മാത്രമാണെന്നും, കോർപ്പറേഷൻ ആണെങ്കിൽ മൊത്തം സ്ഥലം 50 സെൻറ്റിൽ താഴെയാണെന്നും 15 സെൻറ്റ് മാത്രമേ ഹൗസ് പ്ലോട്ടിനായി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ, പുരയിടം എന്ന് പറഞ്ഞുള്ളൂ എന്നുള്ളതും നിങ്ങൾ ഈ സത്യപ്രസ്താവന വഴി വില്ലേജ് ഓഫീസറെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. നമ്മൾ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുന്ന സത്യപ്രസ്താവനയുടെ ആ ആപ്ലിക്കേഷൻ്റെ നിജസ്ഥിതി അദ്ദേഹം വന്ന് പരിശോധിക്കുകയും അത് കൃത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിനകത്ത് വില്ലേജ് ഓഫീസർ ഓരോ കുട്ടികൾക്കും നമുക്ക് EWS സർട്ടിഫിക്കറ്റ് നൽകും. ഇത് കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ജനറലായിട്ടും EWS കാറ്റഗറിയിലും പരിഗണിക്കും. ഇവിടെ നമുക്കൊരു കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒട്ടിക്കുകയും ഇവിടെ സാമ്പത്തിക വർഷം ഉൾപ്പെടെയുള്ള നമ്മളുടെ മൊത്തം ടോട്ടൽ വരുമാനം ഉൾപ്പെടെയുള്ളതെല്ലാം വില്ലേജ് ഓഫീസറാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും വില്ലേജ് ഓഫീസറാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ അനക്ഷർ 1A ആണ്, അതായത് 16A എന്നുള്ള ഈ ഫോമാണ് എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് BPL വിഭാഗത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഒരു കാൻഡിഡേറ്റ് ജനറൽ വിഭാഗമാണെങ്കിൽ മറ്റ് യാതൊരു ക്രൈറ്റീരിയയും നോക്കാതെ ടോട്ടൽ ഫാമിലി ഇൻകമോ മൊത്തം സ്ഥലത്തിൻ്റെ വലിപ്പമോ നോക്കാതെ BPL വിഭാഗത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ജനറൽ വിഭാഗമാണെങ്കിൽ EWS കാറ്റഗറിയിൽ പരിഗണിക്കും. അതിനു വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ പേജ്. ഇത് BPL വിഭാഗം മാത്രം ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് പൂരിപ്പിച്ച് മേടിച്ച് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതല്ലാത്ത BPL അല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ആദ്യത്തെ പേജാണ് EWS സർട്ടിഫിക്കറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. കീം 2024 EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധുതയുള്ളതാണ്, അത് വാലിഡേറ്റ് ആണ്, നമുക്ക് ആ റിസർവേഷൻ കിട്ടുമെന്നുള്ളത് എങ്ങനെ അറിയാം? ഏപ്രിൽ 24 EWS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും അതിനുശേഷം കേരള എൻട്രൻസ് കമ്മീഷണർ ഓരോ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും മെയ് മാസത്തിൽ അവസാനത്തോടുകൂടി വീണ്ടും കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കാനുള്ള അവസരം ലഭിക്കും. ആ സമയത്ത് പ്രത്യേകം എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫിക്കേഷൻ വരും. എല്ലാ കുട്ടികളും കീം 2024 MBBSനും BDSനും മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് പോർട്ടൽ പരിശോധിക്കണം. ആവശ്യമുള്ള കറക്ഷനുകൾ വരുത്താൻ, അതായത് മെമ്മോ അയച്ചിട്ടുണ്ട്, ആ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപാകതയുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മോ അയച്ചിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള സമയമായി എന്ന് അറിയിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം മെയ് അവസാനത്തോടുകൂടി നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഓരോ കാൻഡിഡേറ്റിനും EWS സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചാൽ കാറ്റഗറി എന്ന ഭാഗത്ത് EW എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്ത EWS സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മെമ്മോ അവിടെ കാണാം. ആ മെമ്മോയിൽ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ അപാകത എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനനുസരിച്ച് ഒരിക്കൽ കൂടി EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ എൻട്രൻസ് കമ്മീഷണർ അനുവദിക്കും. രണ്ടാമത് മെമ്മോയ്ക്ക് മറുപടി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ജനറൽ വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യും. EWS സർട്ടിഫിക്കറ്റ് റിസർവേഷൻ അനുവദിച്ചാൽ പോലും നമ്മളെ ജനറലായിട്ടും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് സൂപ്പർ ന്യൂമറേറ്ററി ആയിട്ടുള്ള MBBS സീറ്റുകൾക്ക് 136ഓളം MBBS സീറ്റുകൾക്ക് കൂടുതലായി പരിഗണിക്കുകയും ചെയ്യും. EWS റിസർവേഷൻ കിട്ടിയാൽ പോലും ഒരു വിദ്യാർത്ഥി ഗവൺമെൻറ് കോളേജിൽ 24,000 രൂപ, അതായത് എല്ലാ വിദ്യാർത്ഥികളും അടയ്ക്കേണ്ട ട്യൂഷൻ ഫീസ് തന്നെ അടയ്ക്കാൻ നിർബന്ധിതരാണ്. അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ, ന്യൂനപക്ഷ മെഡിക്കൽ കോളേജുകൾ അല്ലാത്ത സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും EWS റിസർവേഷൻ ഉണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 400 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് 18,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് 7.5 ലക്ഷം വാർഷിക ഫീസിൽ EWS റിസർവേഷൻ അനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് ലഭിച്ചിരുന്നു. അതായത് EWS റിസർവേഷൻ ലഭിച്ചാലും നമുക്ക് എല്ലായിടത്തെയും ട്യൂഷൻ ഫീസ് ഒന്ന് തന്നെയാണ്, 7.5 ലക്ഷമാണ് എന്നുള്ളതും നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. EWS റിസർവേഷൻ അനുസരിച്ച് കഴിഞ്ഞ വർഷം MBBSന് കിട്ടിയ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക്
കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി EW എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ ഏതാണ്ട് 3334 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ 24,000 രൂപ ഫീസ് ഇനത്തിലും ഏതാണ്ട് 18,060 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് EWS കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 7.5 ലക്ഷം രൂപ വാർഷിക ഫീസിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. വെറ്റിനറി കോഴ്സിനാണെന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് 7,451 റാങ്ക് വരെ കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് വെറ്റിനറിക്കും കേരളത്തിൽ EWS കാറ്റഗറിയിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ വിഭാഗത്തിൽ 4 അഗ്രികൾച്ചർ കോളേജുകളിൽ EWSന് ഏതാണ്ട് 13,861 കേരള മെഡിക്കൽ റാങ്ക് വരെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ പ്രവേശനം ലഭിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും EWS റിസർവേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അധികം ഡിമാൻഡുള്ള കമ്പ്യൂട്ടർ സയൻസ് CS എന്ന കോഴ്സിന് CETയിൽ ജനറൽ വിഭാഗത്തിൽ 649 കേരള എഞ്ചിനീയറിംഗ് റാങ്കിന് പ്രവേശനം അവസാനിച്ചുവെങ്കിൽ EWS കാറ്റഗറിയിൽ 1791 വരെയുള്ള കേരള എഞ്ചിനീയറിംഗ് റാങ്കുകാരന് CETയിൽ CS പ്രവേശനം കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാം. എഞ്ചിനീയറിംഗിൻ്റെ EWSൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കും. ലാസ്റ്റ് റാങ്ക് നമുക്ക് ഈ കേരള കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നോക്കി മനസ്സിലാക്കാവുന്നതാണ്. കീം 2024 എഞ്ചിനീയറിംഗിൻ്റെയും MBBS ഉൾപ്പെടുന്ന മെഡിക്കലിൻ്റെയും BPharmൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പ്രവേശനത്തിന് ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന EWS റിസർവേഷനെ കുറിച്ചാണ് ഇന്ന് നാം പ്രതിപാദിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടത്. നീറ്റിനോ JEE മെയിനോ JEE അഡ്വാൻസ്ഡിനോ ഉപകരിക്കുന്ന തഹസീൽദാരെന്നുള്ള EWS സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും കേരള എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ തഹസീൽദാരിൽ നിന്ന് കിട്ടണമെങ്കിൽ നിയമങ്ങൾ ഭയങ്കര കർശനമായിരുന്നു. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000-ൽ താഴെ വേണം, നമുക്ക് മൊത്തം സ്ഥലം 4 സെൻറ്റ് ആകാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ EWSന് ഈ വക യാതൊരു നിയമങ്ങളും ഇല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ അർഹതയ്ക്ക് അനുസരിച്ചുള്ള EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കി കീം 2024 അപ്ലോഡ് ചെയ്ത് ആ റിസർവേഷൻ സ്വന്തമാക്കാനായിട്ട് ഏപ്രിൽ 24 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.